ഭൂലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല റഹ്മാനാണ്, അവൻ റഹീമാണ്, അവൻ എല്ലാവരോടും നീതിയോടും കാരുണ്യത്തോടും കൂടി അവൻ പ്രവർത്തിക്കുകയുള്ളൂ. ഇത് അല്ലാഹുവിന്റെ തർത്തീബാണ്. അതാരായാലും ശരി. അതുകൊണ്ടല്ല നിസ്കരിക്കാത്ത മുസൽമാനും തെറ്റ് ചെയ്യുന്ന മുസൽമാനും അല്ലാഹയെ നിഷേധിക്കുന്ന നിരീശ്വരവാദികൾക്കും യുക്തിവാദികൾക്കും അവർക്കൊന്നും ഒരു കുഴപ്പമില്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ ജീവിക്കാനും തിന്നാനും കുടിക്കാനുമുള്ള സംവിധാനങ്ങൾ അല്ലാഹു ഒരുക്കുന്നതല്ലേ. നമ്മളൊക്കെ പറയില്ല, എടാ ഈ ദുഷ്ടനെ പനപോലെ വളർത്തുമല്ലോ, ഇവൻ ദുഷ്ടമേ, ഇത്രയും ദുൽമ ചെയ്തിട്ട് ഇവന് ഒരു കുറവില്ലല്ലോ, ഒരു കുഴപ്പവും വരുന്നില്ലല്ലോ എന്ന്. ഇത് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ തർത്തീബ് അങ്ങനെയാണ്. അതാണ് തർത്തീബ് അങ്ങനെയാണ്. ദുനിയാവിൽ അല്ലാഹ് എല്ലാം ചെയ്തു കൊടുക്കും എല്ലാവർക്കും. അത് അല്ലാഹ് അങ്ങനെ പറഞ്ഞു വെച്ചിരിക്കല്ലേ. ഇന്നല്ലാഹ യർസുഖു മൻ യശാ ബിഗൈരി ഹിസാബ്. ഇന്നല്ലാഹ ഹുവർ റസ്സാഖ് ദുൽ ഖുവ്വത്തിൽ മതീൻ. അല്ലാഹ് ഇവിടെ റിസ്ക് കൊടുക്കാൻ അല്ലാഹ് പറഞ്ഞിട്ടാണ് നമ്മളെ സൃഷ്ടിച്ചത്. അല്ല നമ്മളിവിടെ പട്ടിണിക്കിടാനല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സൃഷ്ടിച്ചത്. ഭക്ഷണം ഇല്ലാത്തത് കൊണ്ടല്ല പട്ടിണി കിടക്കുന്നത്, ഭക്ഷണം പിടിച്ചു വെക്കുന്ന ഒരു വിഭാഗം അവർക്ക് കൊടുക്കാതെ. അല്ല, ഭക്ഷണം ഇല്ലാതെ ഒരിക്കലും ഒരാൾ ദാരിദ്ര്യത്തിൽ പെട്ടുപോകൂല എന്ന് റസൂലുള്ളാഹി തങ്ങളുടെ ദുആയ്ക്ക് അള്ളാഹു മറുപടി കൊടുത്തിട്ടുണ്ട്. 3 കാര്യങ്ങൾ നബിതങ്ങൾ അള്ളാഹുവിനോട് ചോദിച്ചു. 2 കാര്യത്തിന് ഇജാബത്ത് കിട്ടി, 1 കാര്യത്തെ അള്ളാഹ് അംഗീകരിച്ചില്ല. ആ 2ാമത്തെ കാര്യം പടച്ചവനെ, എന്റെ ഉമ്മത്തികളെ നീ പട്ടിണിക്കിട്ട് കൊന്നുകളയരുത്, ദാരിദ്ര്യത്തിന് പെടുത്തി കൊന്നുകളയരുത്. ഇല്ല മുഹമ്മദ്, ഞാൻ അങ്ങനെ കൊല്ലൂല. ഇന്ന് പട്ടിണി കിടന്ന് കുഞ്ഞുങ്ങൾ മരിക്കുന്നെങ്കിൽ എന്റെ കാരണക്കാരാരാ? മറ്റുള്ള അറബി ലോകങ്ങളാണ്. ഭക്ഷണം എത്തിച്ചു കൊടുക്കാനുള്ള എല്ലാ സംവിധാനങ്ങളുണ്ട്, ഇഷ്ടംപോലെ തിന്നാനുള്ള സംവിധാനങ്ങളുണ്ട്. ഇന്ന് ഈ ലക്ഷക്കണക്കിന് രൂപകൾ ബോംബിന് വേണ്ടിയും മിസൈലിന് വേണ്ടിയും മാറ്റിവെക്കുകയല്ലേ. അമേരിക്കക്കാർക്ക് നമ്മുടെ അറബികൾ കൊടുത്ത 35 ലക്ഷം കോടി ഡോളർ, 35 ലക്ഷം കോടി. 35 ലക്ഷം രൂപ ഒന്ന് കണ്ടിട്ട് മരിക്കാൻ ഭാഗ്യം കിട്ടിയ വലിയ കാര്യമാണ്. പിന്നെ 35 ലക്ഷം കോടി എന്ന് പറയുമ്പോൾ എവിടെയായിരിക്കും, എത്ര ടോറസ് വേണം അത് നിറയ്ക്കാൻ സംഭവം. ഇത് കൊടുത്തിട്ടാണ് ലോക പോലീസിനെ പോലും അറബികൾ സ്വീകരിക്കുന്നത്, അവരെ സന്തോഷിപ്പിച്ചു വിടുന്നത്. അപ്പൊ ഈ അറബികൾക്ക് സോമാലിയയിലാകട്ടെ ഫലസ്തീനിലാകട്ടെ ലോകത്ത് എവിടെയെല്ലാം ദാരിദ്ര്യത്തിൽപ്പെട്ട് കിടക്കുന്നവരാവട്ടെ അവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കാനുള്ള സാമ്പത്തികമായ സ്രോതസ് അല്ലാഹ് അവർക്ക് കൊടുത്തിട്ടില്ലേ? ഇനിയും എത്രയോ ഖനികൾ, സ്വർണത്തിന്റെ അതേപോലെ എണ്ണയുടെ എല്ലാ ശേഖരങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല അറബി ലോകങ്ങൾക്ക് അല്ലാഹു തആല നൽകിയിട്ടുണ്ട്. അവർ എത്തിച്ചു കൊടുക്കേണ്ട സ്ഥലത്ത് എത്തിച്ചു കൊടുക്കാത്ത അല്ലാഹു കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അത് കിട്ടാത്തത് കൊണ്ട് ഞങ്ങൾ ഇങ്ങനെ പട്ടിണിയാണ് എന്നൊരിക്കലും പറയാൻ പറ്റൂല. പിടിച്ചു വെക്കുകയാണത് കൊടുക്കാതെ. അത് ളുൽമാണത്, അത് ളുൽമാണത്. അപ്പൊ ഒരുത്തൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റിസ്ഖിനെ പിടിച്ചു വെച്ചാൽ ഒരു കാലഘട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവര് കൊടുക്കാനുള്ള റിസ്ക് പിടിച്ചു വെക്കും. അത് സ്വാഭാവികമായിട്ട് സംഭവിക്കുക തന്നെ ചെയ്യും. ഇതിനിപ്പോ അല്ലാഹുവിന്റെ റസൂലിനെ ആ ദുആയെ നമ്മൾ കുറ്റം പറയാൻ പറ്റൂല. 2ാമത്തെ ദുആ ഇതാണ്, എന്റെ മക്കളെ, എന്റെ ഉമ്മത്തികളെ ദാരിദ്ര്യത്തിൽ പെടുത്തി കൊന്നുകളയല്ല പടച്ചോനെ. ഇല്ല മുഹമ്മദ്, ഒരിക്കലും ഞാൻ ചെയ്യൂല. എന്റെ ഉമ്മത്തിനെ നീ യോജിപ്പിക്കണേ അല്ല മുഹമ്മദ്, അത് നീ ചോദിക്കണ്ട, നടക്കൂല. അത് നീ ചോദിക്കണ്ട, നടക്കൂല. അതുകൊണ്ടാണ് ഒരിക്കലും നമ്മളൊന്നും ഐക്യപ്പെടാത്തത്. മനസ്സിലായില്ലേ? എന്തെല്ലാം മസ്ലഹത്ത് ഉണ്ടാക്കി വെച്ചാലും, എന്തെല്ലാം രീതി ഉണ്ടാക്കി വെച്ചാലും, ഏത് ഖാദിയാർ വന്നാലും, ഏത് ഷേഖ് വന്നാലും, ഏത് ഒലി ഇറങ്ങി വന്നാലും, ഏത് പ്രവാചകൻ വന്നാലും നമ്മൾ തമ്മിൽ യോജിക്കാത്തത്. ഇവിടെ ഇരുന്ന് യോജിക്കും, ഇറങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും യാ അല്ലാഹ് ഖലാസ് പറഞ്ഞിട്ട് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ ഇരുന്ന് നമ്മുടെ കസേരയുടെ ചുറ്റും ഇരുന്നിട്ട് എല്ലാം ഓക്കെ പറയും, ലൈക്ക് അടിക്കും, ഇൻഷാ അല്ലാഹ്. അപ്പൊ പറഞ്ഞതുപോലെ അതിനകത്ത് തന്നെ ഒരു ജൂദാസ് കാണും. എടേ ഇങ്ങനെയൊക്കെയാണ് തീരുമാനം കേട്ടോ എന്ന് പറഞ്ഞാൽ അവൻ മെല്ലെ മെസ്സേജ് മറ്റവന് ഇട്ട് കൊടുക്കും. ആരും ഇത് അറിയരുത്, നമ്മളിന്ന് കൂടിയ കമ്മിറ്റി ആരും അറിയരുതെന്ന് പറയാം. ഇവൻ ഇറങ്ങി പുറത്തേക്ക് വരുന്നതിന് മുമ്പേ അവിടെ അത് വ്യാപിക്കും. അതുകൊണ്ട് യോജിക്കൂല, അതിനുവേണ്ടി പണിയെടുക്കുകയും വേണ്ട. യോജിക്കൂല. എവിടെ യോജിക്കാനാണ്? യോജിച്ച ചരിത്രം എവിടെയുണ്ടോ? നിങ്ങളത് പറയും. ഒരു ഭാര്യയും ഭർത്താവിനെ യോജിപ്പിക്കാൻ വേണ്ടി കമ്മിറ്റിക്കാർ 9 വർഷമായിട്ട് പണിയെടുക്കാണ്. ഇതുവരെയ്ക്ക് അത് നടക്കുന്നില്ല. ഓരോ മഹല്ലുകളിലും പോയി പരിശോധിച്ച് നോക്കി. ഓരോ മഹല്ലുകളിലും കിടക്കുന്ന കേസുകൾ, ഡിവോഴ്സിന്റെ പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടുണ്ടോ മസ്ലഹത്ത് കമ്മിറ്റി എന്ന് പറഞ്ഞിട്ട്? പല കമ്മിറ്റിയിലും പല പള്ളിയിലും ഞാൻ ജോലി ചെയ്താണ്. കസേര ഒടിഞ്ഞിട്ടുള്ളതല്ലാതെ, ചായയും ബിസ്ക്കറ്റും വെറുതെ കാലിയായിട്ടുള്ളതല്ലാതെ ഇന്ന് വരെ അവർ യോജിച്ച ചരിത്രം നമ്മൾ ഇവരെ കണ്ടിട്ടില്ല. യോജിച്ചാൽ തുലോം തുച്ഛം. 2 ആഴ്ച കഴിയുമ്പോൾ പ്രസിഡന്റ് വിളി വരും, കാക്ക പിന്നെ അടി തുടങ്ങി അയാള്, എന്തോ ചെയ്യണം? ഇന്നലെ വരെ സാധാ മിസൈലായിരുന്നു, ഇപ്പം അയൺ ഡോൺ അടിച്ചോണ്ടിരിക്കുന്നത്, ഇപ്പൊ എന്ത് ചെയ്യണം ചോദിക്കും. പരിഹാരം വല്ലതും ഉണ്ടോ? അവിടെ ഇന്നലെ അവൻ ഇവിടെ ചിരിച്ചും കളിച്ചൊക്കെ ബിസ്ക്കറ്റും ചായയും ജ്യൂസൊക്കെ കുടിച്ചിട്ട് അതൊക്കെ സംഭവം തന്നെയാണ്. ഇപ്പൊ എന്നെ പിഴിഞ്ഞ് ജ്യൂസ് കുടിച്ചോണ്ടിരിക്കുകയാണ് അവൻ. എന്താ പരിഹാരം ഉണ്ടോ? ഇത് യോജിക്കൂല ഹബീബേ. ഇത് റസൂലുള്ളാഹി തങ്ങൾ ചെയ്ത ദുആയ്ക്ക് അല്ലാഹു കൊടുത്ത മറുപടിയാണ്.
ഇതുകൊണ്ടല്ല ഇന്ന് അറബ് രാജ്യങ്ങളെല്ലാം ഇങ്ങനെ ഭിന്നിച്ച് നിൽക്കുന്നത്. 57 രാഷ്ട്രങ്ങൾ നമ്മുടെ 57 ലോക ചരിത്രത്തിൽ മുസൽമാൻ 57 രാജ്യങ്ങൾ. ഇസ്ലാമിക രാഷ്ട്രം എന്നൊരിക്കലും പറയരുത്. ഇസ്ലാമിക രാഷ്ട്രമല്ല ഇതൊന്നും. മുസ്ലിമീങ്ങൾ ഭരിക്കുന്നു എന്ന് മാത്രം. അല്ലാതെ ഇസ്ലാമിക രാഷ്ട്രം വേറെ, മുസ്ലിം രാജ്യം വേറെ. മുസ്ലിം രാജ്യമായതുകൊണ്ട് ഇസ്ലാമിക രാഷ്ട്രം എന്നായിക്കൊള്ളണമെന്നില്ല. അത് നമ്മൾ ആദ്യം ചിന്തിക്കണം. മുസ്ലിമീങ്ങളുടെ ഏറ്റവും വലിയ ശത്രുക്കൾ മുസ്ലിങ്ങളാണ്. അതാദ്യം ചിന്തിച്ചോളി. നമ്മുടെ ഏറ്റവും വലിയ ശത്രുക്കൾ നമ്മുടെ കൗമുകൾ തന്നെയാണ്. നമുക്കിപ്പോ ഇന്ത്യ രാജ്യത്ത് നിന്ന് ദീനൊക്കെ പരസ്യമായിട്ട് പറയാം. എന്നാൽ ഈ പറയപ്പെടുന്ന 57 രാജ്യങ്ങളിൽ പോയി നിന്നിട്ട് ഇതേപോലെ മെമ്പറിലും മെഹ്റാബിൽ നിന്നിട്ട് പരിശുദ്ധമായ ദീൻ നമുക്ക് പരസ്യമായിട്ട് പറയാനുള്ള അവകാശമില്ല. ദീൻ പറയാനുള്ള അവകാശമില്ല, ഖുർആൻ പറയാനുള്ള അവകാശമില്ല, ഹദീസ് പറയാനുള്ള അവകാശമില്ല. അവർ എഴുതി തരുന്നത്, അവർ പറയുന്നത് മാത്രമല്ലാത്തത് കണ്ട് ദീനിനെ പച്ചയായിട്ട് തുറന്ന പുസ്തകമായിട്ട് നമുക്ക് അവതരിപ്പിക്കാൻ പറ്റൂല. ലോകം 57 രാഷ്ട്രമാണ്. ലോകം ഇന്ന് മുസൽമാന്റെ കൈകളിലാണെന്നും പറഞ്ഞിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. നമുക്ക് ഇവിടെ കിട്ടുന്ന സ്വാതന്ത്ര്യം പോലെ ഇല്ല. നമുക്ക് ദീൻ പറയാൻ പറ്റൂല. എവിടെയെങ്കിലും പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? പിന്നെ മുസ്ലിയാരെ കാണൂല, മെമ്പറിൽ നിന്ന് ഇറങ്ങുന്നത് കാണാം, പിന്നെ ആളെ എങ്ങോട്ട് പോകുന്ന പോലും അറിയില്ല. അതാണ് അവസ്ഥ. അതുകൊണ്ട് അങ്ങനെ യോജിപ്പിച്ചൊരു പരിപാടി മുന്നോട്ട് കൊണ്ടുപോകാൻ ആരും പ്രതീക്ഷിക്കേ വേണ്ട. നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന വഴി നീ എടുക്കുക, അത്രേ ഉള്ളൂ. അതാണ് അല്ലാഹുവിന്റെ തർത്തീബ്. അപ്പൊ ആ കാലഘട്ടത്തിലെ മലക്കറിയാം നമ്മൾ കുഴപ്പക്കാരാണെന്ന്. മനുഷ്യന്മാര് കുഴപ്പക്കാരാണെന്ന് മലക്കറിയാം. അള്ളാഹ് എന്തിനാ ഈ കുഴപ്പക്കാരെ നീ ദുനിയാവിൽ സൃഷ്ടിക്കുന്നത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ചോദിച്ചത്. അല്ലാഹുവിനോട് മലക്കുകൾ ചോദിച്ചത്, അതജഅലു ഫീഹാ മയുഫ്സിദു ഫീഹാ വയസ്ഫികു ദിമാ വനഹ്നു നുസബ്ബിഹു ബിഹംദിക വനുഖദ്ദിസു ലക്. ഞങ്ങളില്ലേ നിനക്ക് ആരാധിക്കാൻ, ഞങ്ങളില്ലേ നിന്നെ സ്തുതികീർത്തനങ്ങൾ അർപ്പിക്കാൻ, ഞങ്ങളില്ലേ നിന്നെ വാഴ്ത്താനും പുകഴ്ത്താനും, പിന്നെ എന്തിനാണ് ഈ പ്രശ്നക്കാരെ കൊണ്ടുവരുന്നത്? അപ്പൊ മനുഷ്യകുലത്തെ അള്ളാഹുവിന്റെ മലക്കുകളും ലോകവും ചിത്രീകരിച്ചെന്താ? ഫസാദിന്റെ അഹരികാരാണെന്നാണ്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്, ഭൂമിയിൽ നീ കുഴപ്പമുണ്ടാക്കരുത്. കുഴപ്പമുണ്ടാക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അതിന് കുഴപ്പമുണ്ടാക്കാൻ അവർക്ക് കൊടുക്കുന്ന പ്രചോദനം എന്താണ്? അധികാരമാണ്, സമ്പത്തിന്റെ വിശാലതയാണ് ഒരാളെ കുഴപ്പക്കാരനാക്കി മാറ്റാൻ ശ്രമിക്കുന്നത്. സമ്പത്തും അധികാരമില്ലാത്തവൻ ഒരിക്കലും കുഴപ്പമുണ്ടാക്കൂല. ഉണ്ടാക്കൂ എവിടെങ്കിലും? കയ്യൂക്കുള്ളവൻ കാര്യക്കാരനെന്ന് നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ പറയും. പറയുന്നൊരു വാക്കാണ്. എന്റെ പിന്നിൽ അണികളുണ്ട്, എന്റെ പിന്നിൽ 10,000ങ്ങളുണ്ട്, എനിക്കത് അഡ്ജസ്റ്റ് ചെയ്തുള്ള സാമ്പത്തികമായ കഴിവും എനിക്കുണ്ട് എങ്കിൽ അവൻ പറയുന്നതിനാണ് അവിടെ വിലയുള്ളത്. അതുകൊണ്ടാണ് ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, മൽ ഫഖ്റു അഖ്ശാ അലൈക്കും. സാമ്പത്തികമായി നിങ്ങൾ വളരെ പിന്നോക്കമാകുന്നതിനെ ഞാൻ ഒരിക്കലും ഭയപ്പെടുന്നില്ല. സാമ്പത്തികമായി നിങ്ങൾക്കൊരു കഴിവുമില്ല, നിങ്ങൾ പാവപ്പെട്ടവരാണ്, പട്ടിണിയാണ്, ഒരിക്കലും ഞാൻ അതിനെ ഭയപ്പെടുന്നില്ല. വലാകിൻ അഖ്ശാ അലൈക്കും അൻ തബ്സുത അലൈക്കും കമാ ബുസിതത് മൻ കാന ഖബ്ലകും. മുൻഗാമികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സാമ്പത്തികമായി വിശാലത നൽകിയതുപോലെ നിങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലത നൽകുന്നതിനെയാണ് ഞാൻ ഭയപ്പെടുന്നത്. അതാണ് ഞാൻ ഭയപ്പെടുന്നത്. പണ്ടത്തെ കല്യാണം ഇന്നത്തെ കല്യാണം എങ്ങനെയാണ്? പണ്ട് നമ്മൾ കഞ്ഞി വെച്ച് കഴിച്ചതും ഇന്ന് കഴിക്കുന്ന നമ്മൾ എങ്ങനെയാണ്? പണ്ടത്തെ വീടും ഇന്നത്തെ വീടും എങ്ങനെയാണ്? പണ്ടത്തെ ആൾബലവും ഇന്നത്തെ ആൾബലവും എങ്ങനെയാണ്? പണ്ടത്തെ വാഹനവും ഇന്നത്തെ വാഹനവും എങ്ങനെയാണ്? പണ്ട് ധരിച്ച വസ്ത്രവും ഇന്നത്തെ വസ്ത്രവും എങ്ങനെയാ? അള്ളാഹു എത്ര അനുഗ്രഹങ്ങൾ ചെയ്തു എന്നല്ല എന്റെ അർത്ഥം. അള്ളാഹു എത്ര അനുഗ്രഹം ചെയ്തു എന്നല്ല എന്റെ അർത്ഥം. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഇന്നലി കുല്ലി ഉമ്മത്തിൻ ഫിത്നത്തുൻ വ ഇന്ന ഫിത്നത ഉമ്മി അൽ മാൽ. എല്ലാ സമുദായത്തിനും ഫിത്നകൾ ഉണ്ടാകും. എന്റെ സമുദായത്തിന്റെ ഫിത്നയെ ഞാൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് സമ്പത്താണ്, ഫുലൂസാണ്. ഈ ഫുലൂസിന് വേണ്ടിയിട്ടാണ്, ഈ സമ്പത്തിന് വേണ്ടിയിട്ടാണ് ഈ ലോകം മൊത്തവും ഇന്ന് പ്രശ്നങ്ങൾ കൊണ്ട് നടക്കുന്നത്. സമ്പത്ത്, പണം 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 കൊയ്തെടുക്കുക. അതിനു വേണ്ടിയിട്ടാണ് എന്ത് തെമ്മാടിത്തരവും എന്ത് അറുകൊലയും എന്ത് ഫസാദുകളും ഭൂമിയിൽ മനുഷ്യൻ ഉണ്ടാക്കുന്നത്. അതിന്റെ മൂല കാരണമെന്ന് പറയുന്നത് അധികാരവും സമ്പത്തിനും വേണ്ടിയിട്ടാണ്, മറ്റൊന്നിനുമല്ല. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ കാര്യമാണ്, വലാകിൻ അഖ്ശാ അലൈക്കും അൻ തബ്സുത അലൈക്കും കമാ ബുസിതത് മൻ കാന ഖബ്ലകും ഫതനാഫസുഹാ കമാ തനാഫസുഹാ. അവർ അതിനു വേണ്ടിയിട്ട് മത്സരിക്കും, ഇത് കിട്ടുന്നത് വരെ മത്സരിക്കും, ഇതിനു വേണ്ടി പണിയെടുക്കും. അവസാനം അവരെ നശിപ്പിച്ചതുപോലെ അള്ളാഹു നിന്നെയും ഈ ലോകത്ത് നിന്ന് തുടച്ചു മാറ്റും. കുറച്ചു നാൾ അള്ളാഹു തല അടിച്ചു പൊളിക്കാൻ അഹങ്കാരം തരും.
കുറച്ച് നാളെ നിനക്ക് അഹങ്കരിക്കാനുള്ള സംവിധാനം അല്ലാഹു തആല തരും. അതിനുവേണ്ടിയുള്ള വഴികൾ അല്ലാഹു തുറന്നു തരും. ഫലമ്മാ നസൂ മാ ദുക്കിറൂ ബിഹി ഫതഹ്നാ അലൈഹിം അബ്വാബ കുല്ലി ഷൈ ഹത്താ ഇദാ ഫരിഹൂ ബിമാ ഊതു അഖദ്നാഹും ബഗ്തതൻ ഫഇദാ ഹും മുബ്ലിസൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ വാക്കാണ്. അല്ലാഹുവിനെ മറന്ന് ധിക്കരിച്ച് ഭൂമിയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കി നീതി നിഷേധിക്കപ്പെട്ട് കുഞ്ഞുമക്കളെ അറുകൊല്ല ചെയ്ത് പാവപ്പെട്ടവരുടെ വീടുകൾ കൊന്നൊടുക്കി നശിപ്പിച്ച് തകർത്തെറിഞ്ഞിട്ട് ഭൂമിയിൽ അധികാരത്തിന്റെ ോടുകൂടി അപ്പക്കഷണത്തിന് വേണ്ടി യാചിച്ച് കസേരയിൽ ഇരുന്നിട്ട് ഭരണീയരായ പാവപ്പെട്ട സാധുക്കളെ കൊന്നൊടുക്കുമ്പോ ഓർത്തുകൊള്ളുക, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഏറ്റവും വലിയൊരു വാക്കല്ല ഇത്. കുറച്ചുകൂടെ നീ അടിച്ചു പൊളിക്ക്, കുറച്ചുകൂടെ നീ അഹങ്കരിക്ക്, കുറച്ചുകൂടി നീ കൊന്നൊടുക്ക്, കുറച്ചുകൂടി നീ തകർത്തുകള, കുറച്ചുകൂടി മനുഷ്യനെ കൊല്ല്. അതിനുള്ള സംവിധാനങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല തുറന്നു കൊടുക്കും. ലോക ജനതയെ മുൾമുനയിൽ നിർത്തി പേടിപ്പിക്കും. വഴികൾ മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആല തുറന്നു കൊടുക്കും. ഖുർആനാണ്. ഹത്താ ഇദാ ഫരിഹു. എടാ, നമ്മളെ ആരും കൈകാര്യം ചെയ്യാൻ ഈ ലോകത്ത് ആരുണ്ടാവൂല, നമ്മൾ തന്നെ എല്ലാം ഞാൻ പറയുന്നത് പോലെ നടക്കുകയുള്ളൂ എന്ന് അവന്റെ മനസ്സിൽ ഒരു ഉൾവിളി വരുന്ന സമയത്ത് അഖദ്നാഹും ബഗ്തതൻ, ഒറ്റ പിടി പിടിക്കും. ഫൈദാഹും മുബ്ലിസൂൻ. ഞങ്ങൾ നിരാശരായി പോയി. ഇത്രയും വലിയ ഐറ്റം നിന്റെ കയ്യിലുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു, ഞങ്ങൾ കുടുങ്ങിപ്പോയി, എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്ന അവസ്ഥയിലേക്ക് അല്ലാഹു നിന്നെ കൊണ്ടെത്തിക്കും. ഇത് പടച്ചവന്റെ തർത്തീബാണ്, അല്ലാഹുവിന്റെ തർത്തീബാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതുവരേക്കും നീട്ടി കൊടുക്കും. ഉംലി ലഹും ഇന്ന കൈദി മതീൻ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും അല്ല. നമുക്ക് അല്ലാഹുവിനോട് പ്രോഗ്രാം ഒന്നും പറഞ്ഞു കൊടുക്കണ്ടെന്ന് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പറയും എത്രയോ പേര് സാധുക്കളായ ആലിമീങ്ങൾ, സാധുക്കളായ നമസ്കാരക്കാർ, സാധുക്കളായ സഹോദരങ്ങൾ പടച്ചവനെ ഇത്ര ദുആ ചെയ്തിട്ട് നമ്മുടെ ദുആയ്ക്ക് ഒരു ഇജാബത്തില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് തന്നെ എത്തിപ്പോകണം. അല്ലാഹു തന്നെ ഉണ്ടോ എന്നുപോലുള്ള ചിന്തകൾ ഉണ്ടായിട്ടുണ്ട്. 5 നേരം നമസ്കരിക്കുന്നവർക്ക് പോലും ഈ ദുആ ചെയ്തിട്ട് ഈ ദുആയ്ക്ക് ഇജാബത്ത് ഉത്തരം കിട്ടാതെ വന്നപ്പോ പടച്ചവൻ ഉണ്ടോ എന്ന് പോലും ചോദിക്കേണ്ട ഒരു അവസ്ഥ വന്നില്ലേ നമ്മുടെ നാട്ടിൽ? എത്രത്തോളം എന്ന് വെച്ചാൽ ഹസിബത്തും അൻ തദ്ഖുലുൽ ജന്ന വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൂ മിൻ ഖബ്ലികും മസ്സതുഹുമുൽ ബഅസാ വല്ലറാ വസുൽസിലു ഹത്താ യഖൂലർ റസൂൽ വല്ലദീന ആമനു മഅഹു മതാ നസ്റുല്ലാഹ്. പ്രവാചകന്മാര് പോലും ചോദിച്ചു, കിടുകിട വിറപ്പിക്കപ്പെട്ട് സ്വന്തം നാടുകളിൽ നിന്ന് ആട്ടിയോടിക്കപ്പെട്ട് തന്തയില്ല തള്ളയില്ല മാതാപിതാക്കളെ കാണാൻ പോലും കഴിയാതെ വീർപ്പ് മുട്ടി കുടിവെള്ളം പോലുമില്ലാതെ കഴിക്കാൻ ഭക്ഷണം പോലുമില്ലാതെ വായുവില്ലാതെ വെള്ളമില്ല വെളിച്ചമില്ലാത്ത ഒരവസ്ഥയിൽ കിടുകിട വിറപ്പിക്കപ്പെട്ട ആ സമൂഹത്തിന് നേതൃത്വം കൊടുക്കുന്നത് പ്രവാചകന്മാരാണ്. ആ പ്രവാചകൻ പോലും ചോദിക്കേണ്ട ഒരവസ്ഥയിലെത്തി. ഉമ്മത്താ നസ്റുല്ലാഹ്. അള്ളാഹുവിന്റെ സഹായം ഇനി എപ്പോഴാ പടച്ചോനെ? ഇനി എപ്പോഴാണ് അള്ളാഹുവേ? ഈ സാധുക്കളായ ജനങ്ങളെ ഞാൻ പറഞ്ഞു പിടിച്ചു നിർത്തി. അവര് വിറപ്പിക്കപ്പെടുകയാണ്. അവരുടെ മുന്നിൽ ഇതാ ശത്രു സൈന്യം പാഞ്ഞ് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി എന്താണ് പരിഹാരം? മത്താ നസ്റുല്ലാഹ്. പടച്ചവനെ ഇനി എപ്പോഴാണ് സഹായം? സബൂർ ആ വാക്കാണ് നമുക്ക് വേണ്ടത്. അല എന്ന് പറയുമ്പോ അറിഞ്ഞോ, നിങ്ങൾ സബൂറാക്ക്. ഇന്ന നസ്റല്ലാഹി ഖരീബ്. വരൂ, ഉടനെ എടുത്തിട്ടോ, ഉടനെ എത്തും. നിങ്ങൾ ധൃതി പിടിക്കരുത്. ഇന്ന് ദുആ ചെയ്ത് നാളെ നിങ്ങളുടെ കാര്യം നടക്കണമെന്ന് നിങ്ങൾ ധൃതി പിടിക്കരുത്. സബൂർ. നിങ്ങളുടെ കണ്ണിനെ കുളിർമയാക്കും വിധം അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ ദുആയ്ക്ക് ഇജാബത്ത് നൽകും. നിങ്ങൾ സബൂറാക്കണം. യാ അയ്യുഹല്ലദീന ആമനുസ്ബിറു വസാബിറു വറാബിതു വത്തഖുല്ലാഹ ലഅല്ലകും തുഫ്ലിഹൂൻ. നിങ്ങൾ ക്ഷമിച്ച് നിൽക്ക്, നിങ്ങൾ വിജയിക്കും എന്ന് അല്ലാഹല്ലേ പറഞ്ഞത്. സദഖല്ലാ എന്നൊക്കെ നമ്മൾ പറയുമ്പോ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്ന വാക്കല്ലേ അത്? അല്ലാഹുവിന്റെ വാക്കാണത്, പടച്ചവൻ പറയുന്ന വാക്കാണത്. സദഖല്ലാ എന്ന് പറഞ്ഞാൽ അല്ലാഹു പറഞ്ഞ വാക്കല്ലേ? നമ്മൾ ദുആ ചെയ്യേണ്ടതാണ് അല്ലാഹുവിനോട്. അല്ലാഹു തന്നെ പറഞ്ഞ വാക്കല്ലേ? വഖാല റബ്ബുകും ഉദ്ഊനി അസ്തജിബു ലക്കും. വഖാല റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ പറയുന്നു, ഉദ്ഊനി, എന്നോട് നിങ്ങൾ ദുആ ചെയ്യ്, അസ്തജിബു ലക്കും, നിങ്ങൾക്ക് ഞാൻ മറുപടി നൽകാം. വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്. നബിയേ, ഈ ദുആ ചെയ്തിട്ട് ഇജാബത്ത് കിട്ടുന്നില്ല എന്നൊക്കെ ഈ ജനങ്ങൾ പറയുന്നല്ലോ. അല്ലാഹ് എവിടെന്ന് ചോദിച്ചാൽ ഞാൻ എന്താ മറുപടി പറയേണ്ടത്? പറയൂ
പറയൂ, ഇന്നി ഖരീബ്, ഞാൻ അടുത്തുണ്ട്, അവരുടെ ദുആക്ക് ഞാൻ കേൾക്കുന്നുണ്ട്, ഞാൻ പൊട്ടനും ചെട്ടിയൊന്നുമല്ല, ഞാൻ ദുആ കേൾക്കുന്നുണ്ട്. സബൂറാക്കാൻ പറയ്. യാ അയ്യുഹല്ലദീന ആമനു ഇസ്തഈനു ബിസ്സബ്രി വസ്സലാ ഇന്നല്ലാഹ മഅസ്സാബിരീൻ. നിങ്ങൾ ക്ഷമയോട് ക്ഷമ അവലംബിച്ചുകൊണ്ട് നമസ്കരിച്ചുകൊണ്ട് അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടിരിക്കും. അള്ളാഹുവിന്റെ വിധി വരും, വിധി വരാതിരിക്കൂല, ഉറപ്പാണ്. പരിശുദ്ധ പ്രവാചകന്മാരെ കൊന്നൊടുക്കിയ ജൂതനസ്രാണികളെ അള്ളാഹു കൈകാര്യം ചെയ്ത ചരിത്രം പരിശുദ്ധ ഖുർആനിൽ ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ സബൂറാക്ക്. പടച്ചവൻ നിങ്ങളുടെ കണ്ണ് കുളിർമയാക്കിക്കാതെ ഈ ലോകത്തെ അള്ളാഹു സുബ്ഹാനഹു തആല തുടച്ചു നീക്കൂല. സബൂറാക്ക്. പടച്ചവൻ പറഞ്ഞ വാക്കല്ലേ ഇതൊക്കെ. നമ്മളൊക്കെ ചിന്തിക്കണം, ഓരോ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഭൂമിയിൽ ആധിപത്യം അല്ലാഹു തആല നൽകും, പക്ഷെ അഹങ്കാരം കൂടുമ്പം കുറച്ചുകൂടെ അല്ലാഹു വിശാലത കൊടുക്കും. അപ്പൊ അവൻ ഓർത്തുകൊള്ളണം, എന്നെ പിടിക്കാനോ എനിക്ക് ഇത്രത്തോളം അല്ലാഹു സുബ്ഹാനഹു തആല വിശാലത നൽകുന്നത് എന്ന് ചിന്തിച്ചോണം. അവസാനം അല്ലാഹു തആല ഒറ്റപ്പിടി അവനെ പിടിക്കും. ഫൈദാഹും മുബ്ലിസൂൻ. ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഇന്നി സമിഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി ഞാൻ കേട്ടിട്ടുണ്ട്. ഇന്നഹാ സയകൂനു ഫിത്നത്തുൻ, ഒരു കാലം വരും അന്ന് ഫിത്ന ഉണ്ടായിരിക്കും, ഫസാദ് ഉണ്ടാകും, ഭൂമിയില് ആകെ മൊത്തം പ്രശ്നങ്ങളായിരിക്കും. ഉടനെ സ്വഹാബത്ത് ചോദിച്ചു, മൽ മഖ്റജു മിൻഹാ യാ റസൂലല്ലാഹ്, അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി എന്താ? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, കിതാബുല്ലാഹ്, അല്ലാഹുവിന്റെ ഗ്രന്ഥമാണ് നിങ്ങൾക്ക് എല്ലാത്തിനും പരിഹാര മാർഗം. അല്ലാഹുവിന്റെ കലാമാണ് ആ വിശുദ്ധ ഗ്രന്ഥം. ഫീഹി നബഉ മാ ഖബ്ലകും, കഴിഞ്ഞുപോയ കാലഘട്ടങ്ങളിൽ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് അതിൽ വ്യക്തമായി പഠിപ്പിച്ചു തരുന്നുണ്ട്. വഖബറു മാ ബഅദകും, ഇനി നിങ്ങൾക്ക് ശേഷം വരാൻ പോകുന്ന സംവിധാനങ്ങൾ എന്തെല്ലാമാണ് എന്ന് വളരെ വ്യക്തമായി അടിവരയിട്ട് അതിൽ പഠിപ്പിച്ചു തരുന്നുണ്ട്. വഹിയൽ ഫസ്ൽ വഹുവൽ ഫസ്ൽ ലൈസ ബിൽ ഹസ്ൽ, അത് കളിയല്ല, അത് ചതിവല്ല, അത് കളവല്ല, അത് കെട്ടുകഥയല്ല, അത് വ്യാജവാർത്തയല്ല, അത് സത്യമാണ്, അത് സത്യം തന്നെയാണ്, ഉറച്ച സത്യം. വഹുവ ഹബ്ലുല്ലാഹിൽ മതീൻ, ഒരിക്കലും പൊട്ടിപ്പോകാത്ത പിടിമുറുക്കോട് കൂടിയുള്ള വടമാണ്, കയറാണത്, ഒരിക്കലും അത് പൊട്ടിപ്പോവുകയില്ല. ഇതല്ലാത്ത ഒരു വഴി, ഈ ഖുർആനിന്റെ വഴികളിലൂടെ അല്ലാത്ത ഒരു വഴിയാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ അള്ളാഹുല്ലാഹ്, നിങ്ങൾ പിഴച്ചത് തന്നെയാണ്. വമൻ തറകഹു മിൻ ജബ്ബാരിൻ ഖസമഹുല്ലാഹ്, അഹങ്കാരത്തിന്റെയും അധികാരത്തിന്റെയും ആൾബലത്തിന്റെയും പേരിൽ ഈ പരിശുദ്ധ ഖുർആനിന്റെ നിയമവ്യവസ്ഥകളെ കാറ്റിൽ പറത്താനാണ് നീ ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ ദുനിയാവിൽ വെച്ച് തന്നെ അല്ലാഹു നിന്നെ കൈകാര്യം ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വാക്കാണ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വാക്കാണ്. വഖലൈനാ ഇലാ ബനി ഇസ്രായീല ഫിൽ കിതാബ് ലതുഫ്സിദുന്ന ഫിൽ അർളി മറത്തൈൻ വലതഅലുന്ന ഉലുവൻ കബീറ. തുടക്കകാലം മുതലേ ഈ ജൂതന്മാർ ഫസാദിന്റെ അഹ്ലുകാരാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. ഒരൊറ്റ ദിവസം കൊണ്ട് 40ഓളം വരുന്ന പ്രവാചകന്മാരെ കൊന്നൊടുക്കിയവരാണ്. ഓരോ കാലഘട്ടത്തിലും ഫസാദിന്റെ അഹ്ലുകാരായി തന്നെയാണ് പരിശുദ്ധ ഖുർആൻ അവരെ കുറിച്ച് ഇവിടെ അറിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എവിടെ നോക്കിയാലും ലതുഫ്സിദുന്ന ഫിൽ അർളി മറത്തൈൻ, 2 പ്രാവശ്യം നിങ്ങൾ ഈ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കും. വലതഅലുന്ന ഉലുവൻ കബീറ, നിങ്ങളുടെ അധികാരവും ആയുധങ്ങളും കൊണ്ട് ഒരുപക്ഷെ ലോകത്ത് ഔന്നത്യം നിങ്ങൾ നടിക്കും. അല്ലാഹുവിന്റെ റസൂൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അറിയിച്ചു കൊടുക്കുകയാണ്, വലതുഫ്സിദുന്ന ഫിൽ അർളി മറത്തൈൻ വലതഅലുന്ന ഉലുവൻ കബീറ. فإذا جاء وعد أولاهما بعثنا عليكم عبادا لنا أولي بأس شديد فجاسوا خلال الديار وكان وعدا مفعولا. അതിനുശേഷം ഒരു വിഭാഗത്തെ അല്ലാഹു ഈ ജൂത കൂടാരത്തിലൂടെ കൊണ്ട് കറക്കി നടത്തിയിട്ട് നിങ്ങളെയൊക്കെ കൈകാര്യം ചെയ്തെടുക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാകും എന്ന് പരിശുദ്ധമായ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല വന്നെങ്കിൽ 2 പ്രാവശ്യം 3 പ്രാവശ്യമായിട്ട് പല പല രാജാക്കന്മാരെ ആ നാട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് ഈ ജൂതവർഗത്തെ മുഴുവനും, ഈ സയനിസ്റ്റ് വർഗത്തെ മുഴുവനും കൈകാര്യം ചെയ്ത ചരിത്രം സൂറത്ത് ബനി ഇസ്രായേൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ട്. എന്നാലും അവർ പാഠം പഠിക്കൂല എന്നുള്ളതാണ്.
അവരെന്നാലും ഞങ്ങളാണ് എല്ലാം എന്ന ഒരു അവസ്ഥയിലേക്ക് അവരെത്തിച്ചേരും എന്ന് പറയുമ്പോൾ ഇന്ന് സോഷ്യൽ മീഡിയയിലെ കാലഘട്ടമാണ്. നമ്മൾ നേരിൽ കാണുന്ന നഗ്ന സത്യമാണ്. പാവപ്പെട്ട ഫലസ്തീനിന്റെ മക്കളെ കൊന്നൊടുക്കിയിട്ട് അവരെ കഷണമായി ചുട്ടുകരിച്ചിട്ട് അവരെ ചെറിയ മിഠായി പൊതിയുന്നത് പോലെ വെള്ളത്തുണിയിൽ പൊതിഞ്ഞു വെച്ച് 1800ഓളം കുഞ്ഞു മക്കളുടെ മയ്യത്തിന്റെ അരികിൽ നിന്ന് പൊട്ടിച്ചിരിച്ച് സന്തോഷിച്ച ആ വർഗം ഇന്ന് നിലവിളിച്ച് കാലുപിടിച്ച് കെഞ്ചി കേഴുന്ന ഒരവസ്ഥ നമ്മൾ മരിക്കുന്നതിന് മുമ്പ് അള്ളാഹു നമ്മുടെ മുന്നിൽ കാണിച്ചെങ്കിൽ ഈ മിമ്പർ മെഹ്റാബുകളെ പോലെ ലോകത്തിന്റെ ഓരോ മിമ്പർ മെഹ്റാബുകളിൽ നിന്ന് പടച്ചവനെ നീ നീതിമാനാണ് അള്ളാഹുവേ, നീ ആദിലാണ് പടച്ചവനെ, നീ നാസിറാണ് പടച്ചവനെ, ഈ സാധുക്കളായ കുഞ്ഞുമക്കളെ ഇത്രത്തോളം ക്രൂരമായി കൊന്നൊടുക്കുന്ന ഈ സയനിസ്റ്റ് വർഗത്തിന്റെ നിലവിളി ഒന്ന് കാണാനുള്ള ഭാഗ്യം നീ ഞങ്ങൾക്ക് നൽകണമെന്ന് വർഷങ്ങളോളം നമ്മൾ ദുആ ചെയ്തിട്ട് ആ ദുആയ്ക്ക് ഇജാബത്ത് കിട്ടിയില്ല എന്ന് ഇനി ഒരാളും ഈ ഭൂമുഖത്ത് പറയരുത്. അതിന് അവന്റെ മുന്നിൽ അല്ലാഹു തആല കാണിച്ചു കൊടുത്ത സംഭവങ്ങളാണ്. എങ്ങനെ ഗസായെ ചുട്ടരിച്ചോ അതേപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സയനിസ്റ്റുകളുടെ രാജ്യത്തെ ചുട്ടരിച്ചത് നമുക്ക് കുറച്ച് മാത്രമേ കിട്ടുന്നുള്ളൂ. എന്നാൽ അങ്ങനെയല്ലല്ലോ സംഭവങ്ങൾ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, ലോകത്തുള്ളവർ പോലും സന്തോഷിക്കുന്ന ഒരു കാഴ്ചയാണ്. പരിശുദ്ധ പ്രവാചകൻ പറയുന്നു, നിങ്ങൾ യുദ്ധമര്യാദകൾ നിങ്ങൾ നടത്തണം, യുദ്ധമര്യാദകൾ ഏറ്റെടുക്കണം. കുഞ്ഞുങ്ങളെ കൊല്ലരുത്, പെൺകുട്ടികളെ കൊല്ലരുത്, ഉമ്മമാരെ കൊല്ലരുത്, ഉപ്പമാരെ കൊല്ലരുത്, വൃദ്ധന്മാരെ വൃദ്ധകളെ കൊല്ലരുത്, പാവപ്പെട്ട ഒരു സിവിലിയനെ കൊന്നുകളയരുത്. നിങ്ങളോട് ആരാണോ യുദ്ധം ചെയ്തു വരുന്ന യോദ്ധാവ് അവനോട് മാത്രമായിരിക്കണം നിങ്ങളുടെ യുദ്ധം എന്ന് പഠിപ്പിച്ച പരിശുദ്ധ പ്രവാചകന്റെ നിയമങ്ങളാണ് ഐക്യരാഷ്ട്രസഭയിൽ പോലും പാസാക്കിയത്. ഒരിക്കലും യുദ്ധത്തിന്റെ മേഖലകളിലെ സാധുക്കളെയോ നിരപരാധികളെയോ കുഞ്ഞുങ്ങളെയോ വൃദ്ധകളെയോ ആശുപത്രികളോ സ്കൂളുകളോ ബോംബിട്ട് തകർക്കരുത് എന്ന് പറഞ്ഞിട്ട് അതുപോലും പാലിക്കാതെയാണ് സയനിസ്റ്റ് വർഗങ്ങൾ പാവപ്പെട്ട കുഞ്ഞുമക്കളെ കൊന്നൊടുക്കി അവരെ ചികിത്സിക്കുന്ന ആശുപത്രികൾ പോലും കൊന്നൊടുക്കിയിട്ട് ഗർഭിണികളെയും പെൺമക്കളെയും കൊന്നിട്ട് ഇനി അവളുടെ വയറ്റിന്റെ ഉള്ളിൽ ഒരു കുഞ്ഞു പോലും ഒരാൺകുട്ടി ജനിക്കരുത് എന്ന് പോലും പറഞ്ഞെങ്കിൽ അതേ ആശുപത്രി തകർക്കപ്പെട്ടപ്പോൾ അതിന്റെ മുന്നിൽ വെച്ച് യാചിക്കാണ് യുദ്ധമര്യാദകൾ ഏറ്റെടുക്കാൻ ഇറാൻ തയ്യാറായില്ല. അള്ളാഹു പറയിപ്പിച്ചില്ലേ? യാചിക്കുന്നത് അല്ലാഹു തആല കാണിച്ചില്ല. കുഞ്ഞുമക്കള് നട്ടോട്ടം ഓടുന്നത് കാണുമ്പോൾ എന്നാലും ഫലസ്തീനിന്റെ മക്കളുടെ മുന്നിലേക്ക് വന്ന് ബോംബ് വീഴുമ്പോ ഫലസ്തീനിന്റെ മക്കൾ ഒളിച്ചോടി പോയ ചരിത്രമില്ല. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് ഷഹീദാവാൻ ഞാൻ തയ്യാറാണെന്നുള്ള ആ ഒരു വാക്കാണ് അവരുടെ നാവിൽ നിന്ന് വന്നതെങ്കിൽ ജൂതന്മാര് സൈറൻ കേൾക്കുമ്പോൾ ഉടുതുണിയില്ല, മുണ്ടില്ല, ആ അടിവസ്ത്രം പോലും ഇല്ലാതെ ഓടുന്ന രംഗം ഓടിയിട്ട് പരസ്പരം കടിച്ചു കീറുകയാണ്. കുടിക്കാനും തിന്നാനും വെള്ളമില്ല, ഇരിക്കാൻ സ്ഥലമില്ല. എത്രത്തോളം എന്ന് വെച്ചാൽ ബങ്കറിന്റെ ഉള്ളിലേക്ക് കടക്കാൻ പോലും ഇപ്പോൾ അനുവാദം വേണം. ആ അവസ്ഥയിലെത്തി. വിദേശികൾക്ക് അവിടെ സ്ഥാനമില്ലാതെയായി. ഓരോ വിദേശികളെ നമ്മുടെ നാട്ടിൽ നിന്ന് അവിടെ പോയി ഉച്ചിഷ്ടം നിന്നിട്ട് വലിയ വലിയ ലൈവ് കൊടുത്തിട്ട് പറഞ്ഞവരൊക്കെ, അന്ന് പൊട്ടിച്ചിരിച്ചവരൊക്കെ ഇന്ന് അവർ കേണപേക്ഷിച്ച് യാചിച്ചു കൊണ്ടിരിക്കുകയാണ്, നിലവിളിക്കുകയാണ് എങ്ങനെയെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെടാൻ. കാരണം അവർക്ക് പകത്തേക്ക് പ്രശ്നമില്ല, സ്വന്തം നാട്ടുകാർക്കാണ് അവിടെ സ്ഥാനം. ചത്തോ നീ കിടന്ന് ചത്തു. ഇസ്ലാമിന്റെ മക്കൾ പറഞ്ഞ വാക്കെന്താ? ഷഹീദ്. ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന വാക്കതാണ്, ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ മേലേക്ക് മിസൈൽ വന്ന് പതിച്ചാൽ ഞങ്ങൾക്ക് സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനമുണ്ട് എന്ന് അള്ളാഹു അവന്റെ റസൂൽ പഠിപ്പിച്ചെങ്കിൽ അത് ഏറ്റെടുക്കാൻ തയ്യാറാണ് മുസൽമാൻ. അതുകൊണ്ട് ഇന്ന് വരെ അവർ ഓടി ഒളിച്ചിട്ടില്ല. എന്നാൽ ജൂതന്മാരുടെ ചരിത്രം നിങ്ങൾ പഠിച്ചു വെച്ച് നോക്കി, ഏറ്റവും വലിയ ഭീരുക്കളാണ്, ഏറ്റവും വലിയ പേടിത്തൊണ്ടന്മാരാണ്. അവർ ഭയങ്കരമായി ഭയപ്പെടുന്നവരാണ്. ഈ ആയുധത്തിന്റെ പിന്നാലെയാണ് അവരൊരു പക്ഷെ നമ്മളെ വിറപ്പിക്കുന്നതെങ്കിൽ ഇതേപോലെ പേടിയുള്ളവർ ലോക ചരിത്രത്തിലില്ല. ചരിത്രം നിങ്ങൾ പരിശോധിച്ച് നോക്കി. ഖുർആൻ പറഞ്ഞ ചരിത്രമാണ്, ഹദീസ് പറഞ്ഞ ചരിത്രമാണ് ഇത്. മരുടെ ചരിത്രം ഖുർആനിലുണ്ട്. അത് നിങ്ങൾ പരിശോധിച്ചാൽ അറിയാം. ഏറ്റവും വലിയ പേടിയുള്ളവരാണ്. അതുകൊണ്ടാണ് ഓടി ഒളിക്കുന്നത്. അവസാനം ഇതിനു വേണ്ടി കൂട്ടുനിന്നവർക്ക് എതിരെ ആ നാട്ടുകാരെ കൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല തിരിപ്പിച്ചു. അവൻ മോശക്കാരനാണെന്ന് പറഞ്ഞു. ഏത് അധികാരികളായാലും അഹങ്കാരികളായാലും ആൽബലത്തിന്റെ പേരിലും അധികാരത്തിന്റെ പേരിലും സാധാരണക്കാരായ സിവിലിയന്മാരെ കൊന്നൊടുക്കിയിട്ട് അവർ അധികാരത്തിൽ പിടിച്ചു തൂക്കാമെങ്കിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കുറഞ്ഞ കാലഘട്ടം വരെ അവർക്ക് ജീവിക്കാനുള്ള അവസരം നൽകും. അത് കഴിഞ്ഞിട്ട് പടച്ചവൻ നിന്ദ്യനും നിരാശനുമായി പാവപ്പെട്ട ഭരണീയരായ മക്കളെ കൊണ്ട് അടിച്ചൊതുക്കി അവരെ കുളത്തിലേക്ക് നാശത്തിലേക്ക് വലിച്ചെറിയുന്ന ചരിത്രം നമുക്ക് കാണാം. നമ്മൾ കണ്ടിട്ടുമുണ്ട്. ഇന്നത്തെ
കാലഘട്ടത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ചരിത്രമാണ്. ആധിപത്യം അല്ലാഹു സുബ്ഹാനഹു വ തആല ഏകാധിപത്യം ഒരിക്കലും അത് അംഗീകരിക്കുന്ന ഒരു കാര്യമല്ല. ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാതെ നിനക്ക് അധികാരം പങ്കിടാം. ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കി പള്ളികൾ തകർത്ത്, വീടുകൾ തകർത്ത്, ബുൾഡോസറുകൾ വെച്ച് തകർത്ത് സാധുക്കളെ കൊന്നൊടുക്കിയിട്ട് നീ അധികാരത്തിന്റെ കസേരയിൽ പിടിച്ചു തൂക്കാമെങ്കിൽ ലോകത്തിന്റെ അധികാരം പിടിച്ചുകൊണ്ടിരിക്കുന്ന പടച്ച തമ്പുരാൻ, മലിക്കുൽ ജബ്ബാറായ തമ്പുരാൻ ഒരിക്കൽ നിന്നിലേക്ക് അവന്റെ ദൂതന്മാരെ അയക്കും. അവസാനം നീ നിന്ദ്യനും നിരാശനുമായിരിക്കും. നിനക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ആ അവസ്ഥയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടെത്തിക്കും. ഇത് പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ലോക ജനതയ്ക്ക് നൽകുന്ന താക്കീതാണ്. അത് പഠിക്കണം, അത് മനസ്സിലാക്കണം. അത് പഠിക്കാതെയും മനസ്സിലാക്കാതെയും നമ്മൾ ദുആ ചെയ്തിട്ട് കിട്ടുന്നില്ലല്ലോ സാധിച്ചില്ലല്ലോ എന്ന് പറഞ്ഞാൽ അള്ളാഹു നമ്മൾ ഇന്ന് ജീവിച്ചിരിക്കുന്നവരുടെ മുന്നിൽ കാണിച്ചു. ഗസയെ കത്തിച്ച് ചാമ്പലാക്കി പ്രേതഭൂമിയാക്കുമെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചവന്റെ സ്വന്തം മണ്ണ് അല്ലാഹു തആല പ്രേതഭൂമിയാക്കിയത് നമ്മുടെ മുന്നിൽ നമ്മൾ കണ്ട ചരിത്രമാണ്. നമ്മുടെ മുന്നിൽ അല്ലാഹു തആല ഇതിനപ്പുറത്ത് അല്ലാഹു നമുക്കൊരു ദൃഷ്ടാന്തം ഇനി നമുക്ക് തരാനില്ല. ഇതിനപ്പുറം നമുക്കൊരു ദൃഷ്ടാന്തം അല്ലാഹു ഇനി നമുക്ക് തരാനില്ല. ഏറ്റവും വലിയ സന്തോഷമാണ് സുഹൃത്തുക്കളെ, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്നവരെ അല്ലാഹു കൈകാര്യം ചെയ്യുക എന്നുള്ളത്. ഇത് അള്ളാന്റെ തർത്തീബ്. അത് ആരായാലും ശരി, മുസ്ലിം ആയാലും ശരി, നമ്മളായാലും ശരി, ആരായാലും ശരി, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്നതിന് അല്ലാഹു തആല കൈകാര്യം ചെയ്യും. ഫറോവ അവന്റെ അധികാരം ഉപയോഗിച്ച് ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കി, മക്കളെ കൊന്നുകളഞ്ഞു, പെൺകുട്ടികളെ റേപ്പ് ചെയ്തു, ആ നാട്ടിലുള്ള കൃഷി വിഭവങ്ങളെല്ലാം തകർത്ത് തരിപ്പണമാക്കി, കുടിലുകളെല്ലാം കത്തിച്ച് ചാമ്പലാക്കി. അവസാനം ഫറോവയെയും അവന്റെ കിങ്കരന്മാരെയും അല്ലാഹു ഈ ഭൂമിയിൽ നിന്ന് നിന്ദ്യനാക്കി കൊന്നുകളഞ്ഞു. ആ സമയത്ത് അവൻ പറഞ്ഞ വാക്ക്, ഞാൻ മുസ്ലിം ആകാം, പ്ലീസ് 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 എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണം, സ്റ്റോപ്പ് വാർ പ്ലീസ്, സ്റ്റോപ്പ് വാർ പ്ലീസ്. ആ വാക്ക് നമ്മൾ കേട്ടില്ലേ അവരുടെ അനന്തരഗാമികളിൽ നിന്ന്? കം തറകൂ മിൻ ജന്നാത്തിൻ വഅയൂനിൻ വസുറൂഇൻ വമഖാമിൻ കരീം വനഅമത്തിൻ കാനൂ ഫീഹാ ഫാകിഹീൻ ഫമാ ബകത് അലൈഹിമുസ് സമാഉ വൽ അർദ്. ആകാശം പോലും അവർക്ക് വേണ്ടി കരഞ്ഞില്ല എന്നുള്ളതാണ്. ഗസയിലെ മക്കൾക്ക് വേണ്ടി ആകാശം കരഞ്ഞു. വെള്ളമില്ലാതെ ദാഹിച്ചു വലഞ്ഞ കുഞ്ഞു മക്കൾക്ക് വേണ്ടി ആകാശം കരഞ്ഞു. ഈ മക്കൾക്ക് വേണ്ടി ആകാശം പോലും കരഞ്ഞില്ല. ഫറവോന്റെ ചരിത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചിരുന്ന പാടാണ്. അതുകൊണ്ട് നമുക്ക് വേണ്ടത് അഹങ്കരിക്കരുത്. ആരായാലും എവിടെയായാലും ടൈറ്റാനിക്കിന്റെ ഏറ്റവും വലിയ മേലാളൻ പറഞ്ഞത്, ഇത് മുങ്ങൂല, നശിക്കൂല, തകരൂല, അത്രയ്ക്കും വലിയ ഭയങ്കര സ്വാമി ലോകത്ത് ഇതുപോലെ കണ്ടുപിടിക്കാൻ പറ്റൂല. അവന്റെ വാക്ക് തീരുന്നതിന് മുമ്പേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇടിച്ച് തകർത്ത് നശിപ്പിച്ച് ചാമ്പലാക്കി അല്ലാഹു കൈ കൊടുത്തു. ولا تمشي في الأرض مرحا إنك لن تخرق الأرض ولن تبلغ الجبال طولا. ഭൂമിയെ പിളർക്കാനോ ആകാശത്തോളം ഉയരാനോ നിനക്ക് കഴിയില്ല. വഖ്സിദ് ഫീ മശീക വഗ്ളുൽ മിൻ സൗതിക്. നിന്റെ ശബ്ദമൊക്കെ കുറച്ചിട്ട് ഭൂമിയിലെ അഹങ്കാരമൊക്കെ ഒഴിവാക്കിയിട്ട് വിനയാന്വിതനായി അല്ലാഹു ഉണ്ടെന്നുള്ള ഭയത്തോടു കൂടി നീ ജീവിക്കുമോനെ. അതാണ് ഖുർആൻ പറഞ്ഞ വാക്ക്. അഹങ്കരിച്ചാൽ അവനെ അല്ലാഹു പാഠം പഠിപ്പിക്കും. അതാണ് അള്ളാഹുവിന്റെ തർത്തീബ്. നമ്മൾ നേരിൽ കാണുന്ന സത്യമാണ്. നമ്മൾ ദുആ ചെയ്തിട്ട് സ്വീകരിച്ചില്ല. എന്തായിരിക്കും നമ്മുടെ ദുആ? അറബിയിലൊക്കെ ചെയ്യുന്ന ദുആയുടെ വല്ല അർത്ഥം അറിയോ? അല്ലാഹുമ്മ ഹർരിഖ് ബിലാദഹും. പടച്ചവനെ, ഈ അഹങ്കാരി തമ്മാടികളുടെ രാജ്യത്തെ നീ കത്തിച്ച് ചാമ്പലാക്കണേ. ആമീൻ നിങ്ങൾ പറയും. എന്താണ് ദുആയുടെ അർത്ഥം മനസ്സിലായോ? ചാമ്പലായോ, കത്തിയോ? ഇതൊക്കെ നമ്മൾ ചിന്തിക്കണം. അല്ലാഹുമ്മ ദമ്മർ ദിയാറഹും. തകടം മറിക്കണേ പടച്ചവനെ. ആ ഐക്യത്തോടു കൂടി ഒരുമിച്ചുള്ളവരെയൊക്കെ നീ ഭിന്നിപ്പിക്കണല്ല. ഭിന്നിച്ചില്ലേ? അവിടുത്തെ മന്ത്രിയൊക്കെ എറി എടുത്തിട്ട് അടിക്കുന്ന അടി ഇതൊക്കെ നമ്മൾ കാണുന്നില്ലേ? സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുകയല്ലേ? ഇതൊക്കെ ചിന്തിച്ചു നോക്കി. ഇതൊക്കെ ഒരു പാടാണ്. നമ്മൾ സന്തോഷിക്കരുത്. ഇസ്രായേലിലായാലും ഗസയിലായാലും ലോകത്തെവിടെയായാലും സാധുക്കളായ കുഞ്ഞുമക്കളോ പാവപ്പെട്ടവരോ പെൺകുട്ടികളോ മക്കളോ ഒന്നും ചത്തൊടുങ്ങുന്നതിനോട് നമുക്കൊരിക്കലും യോജിപ്പില്ല. നമ്മൾ അതിനെ അംഗീകരിക്കുകയില്ല. നമ്മൾ ഒരിക്കലും അതിനെ സന്തോഷിക്കുകയുമില്ല. നമ്മുടെ സന്തോഷം സയനിസ്റ്റുകളാണ്. ആ സാധുക്കളായ മക്കളെ ഒരു കാരണവുമില്ലാതെ വിശന്ന് വയറൊട്ടിയ കുഞ്ഞുമക്കള് പിച്ചപാത്രവുമായി ഭക്ഷണം വാങ്ങാൻ നിൽക്കുമ്പം നിർദാക്ഷിണ്യം അവരെ വെടിവെച്ചു കൊല്ലുന്ന ഈ സയനിസ്റ്റുകൾക്കെതിരെയാണ് ലോകം മുഴുവനും. ഒരാൾ പോലും ഒരു സന്തോഷത്തോടു കൂടി അതിനിടയിൽ ഒരു കമന്റ് എഴുതുന്നില്ല. എല്ലാവരും വലിയ സന്തോഷം, വിഷമത്തോടു കൂടി കമന്റ് ഇല്ല. സന്തോഷം. കാരണം ലോകത്ത് രക്തച്ചൊരിച്ചിലുണ്ടാക്കിയ വർഗമാണ്. നമ്മൾ ചിന്തിക്കണം. അതുകൊണ്ട് അല്ലാഹുവിനെ നമ്മൾ കൈവിടരുത്. വമാ കാന അല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം വമാ കാന അല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ. നിങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്തുകൊള്ളിൻ. നമ്മൾ ചെയ്ത തെറ്റുകളും പാപങ്ങളും കാരണമായി നമുക്കെതിരെ ഒരു ശക്തി
ഉണ്ടാകാതെ, നമ്മെ അല്ലാഹു തആല ഇവിടെ തറപറ്റിക്കാതെ, നമ്മളെ അല്ലാഹു തആല കൈകാര്യം ചെയ്യാതെ, നമ്മളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിലനിർത്തി അവന്റെ പൊരുത്തത്തോടു കൂടി ജീവിച്ച് നമ്മൾ മരിക്കണമെങ്കിൽ ഇസ്തിഗ്ഫാർ നമ്മൾ മുറുകെ പിടിക്കുക. ഒരധികാരികൾ നമ്മളെ ഒന്നും ചെയ്യുകയില്ല സുഹൃത്തുക്കളെ. പിന്നെ ദുനിയാവിൽ നമുക്കുണ്ടാകുന്ന വിഷമങ്ങളും പ്രയാസങ്ങളും അത് സ്വാഭാവികമാണ്. നീ മുഅ്മിനാണോ, നീ മുസ്ലിമാണോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞവനാണോ, അല്ലാഹു നമ്മളെ പരീക്ഷിക്കും. അലിഫ് ലാം മീം അഹസിബന്നാസു അൻ യുത്റകു അൻ യഖൂലു ആമന്നാ വഹും ലാ യുഫ്തനൂൻ വലഖദ് ഫതന്നല്ലദീന മിൻ ഖബ്ലിഹിം ഫലയഅലമന്നല്ലാഹു അല്ലദീന സദഖു വലയഅലമന്നൽ കാദിബീൻ. ആരാണ് സത്യസന്ധൻ? ഈ പരീക്ഷണങ്ങൾ വരുമ്പോഴും എന്ത് ത്യാഗങ്ങൾ വന്നാലും അല്ലാഹുവല്ലാതെ ആരാധ്യനില്ല, അവന്റെ ഈ ദീനിൽ ഉറച്ചു നിൽക്കും. എന്റെ ശരീരം പൊട്ടിത്തെറിച്ചാലും അവന് വേണ്ടി മാത്രമാണ് ഞാൻ ജീവിക്കുന്നത് എന്നുള്ള നല്ല മനസ്സോടുകൂടി ജീവിക്കുന്ന ഒരു വ്യക്തി. അതല്ല ഇസ്ലാമിന്റെ വേഷം ധരിച്ചിട്ട് കാപട്യത്തിന്റെ ഉടമകളായി അവരുമായി കൂട്ടുകൂടി, നിഫാഖിനോടൊപ്പം കൂട്ടുകൂടി, യുക്തിവാദികളോടൊപ്പം കൂട്ടുകൂടി, നിരീശ്വരവാദികളോടൊപ്പം കൂട്ടുകൂടിയിട്ട് ഇസ്ലാമിനെ തറപറ്റിക്കാനും നാണം കെടുത്താനും പരിശ്രമിക്കുന്നവൻ ആരാണ്? ഈ രണ്ടുപേരെയും കല്ലും നെല്ലും തിരിച്ചറിയാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല രീതിയിൽ നമ്മളെ പരീക്ഷിക്കും. ഗസയുടെ മക്കളെ ഇത്രത്തോളം പരീക്ഷണങ്ങൾ വന്നിട്ട് പോലും ഒരു കുട്ടി പോലും ഞാൻ ജൂതനാകാമെന്ന് പറഞ്ഞിട്ടില്ല. ഒരു കുട്ടി പോലും ഞാൻ അല്ലാഹുവിൽ നിന്ന് വിട്ട് നിങ്ങളുടെ മതത്തിലേക്ക് വരാമെന്ന് പറഞ്ഞില്ല. ഇല്ല, ആ കുഞ്ഞുമക്കളുടെ നാവിൽ നിന്ന് വരുന്നതും ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്, ഈ ഒരു വാക്കല്ലാതെ ഒന്നുമില്ല. കാരണം ലോകത്തിന്റെ അധിപരാശക്തി അല്ലാഹുവാണ്. അവനെ മുറുകെ പിടിക്ക്. അവനിലേക്കാണ് നമ്മൾ മടങ്ങേണ്ടത്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അവനിൽ നിന്നാണ് നമ്മൾ വന്നത്. അവസാനം നമ്മുടെ മടക്കം അവനിലേക്കാണ്. ആ റബ്ബിന്റെ അരികിലേക്ക് നമ്മൾ എത്തുമ്പോൾ ഈ ദുനിയാവിൽ നമ്മൾ അനുഭവിച്ച ത്യാഗത്തിനൊക്കെ അല്ലാഹു വാരിക്കോരി നമുക്ക് തരുമ്പോ അന്ന് നമ്മൾ ചിന്തിക്കും, പടച്ചവനെ എന്നെ അന്ന് തുണ്ടം തുണ്ടമായി മുറിച്ചിരുന്നെങ്കിൽ എനിക്ക് ഉന്നതമായ പദവിയിലേക്ക് എനിക്ക് വിരാജിക്കാമായിരുന്നല്ലോ എന്ന് കരുതുന്ന ഒരു കാലകം വരും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ഇസ്തിഗ്ഫാർ മുറുകെ പിടിക്കുക. ആരുടെയും പതനത്തിൽ നമ്മൾ സന്തോഷിക്കേണ്ട ആവശ്യമില്ല. അല്ലാഹു ഈ ദുനിയാവിൽ തരുന്ന ഫിത്ന ഫസാദുകൾ നമുക്കൊരു പാഠമാണ്. ഇത് പഠിക്കാനാണ്. അല്ലാഹ് ഉണ്ട്. 10,000-കണക്കിന് കുഞ്ഞുമക്കളെ കൊന്നൊടുക്കിയിട്ട് ദുആ ചെയ്തിട്ട് സ്വീകരിക്കാൻ റബ്ബേ നീ ഇല്ലേ എന്ന് ചോദിച്ച 100-കണക്കിന് ആളുകൾക്ക് അല്ലാഹു മറുപടി നൽകുന്ന ഓരോ സംഭവങ്ങളാണ്. നമ്മൾ ജനിച്ച ചരിത്രം വരെ ഇസ്രായേലിൽ ഒരു പോറൽ പോലും ഇന്ന് വരെ സംഭവിച്ചിട്ടില്ല എങ്കിൽ, പ്രേതഭൂമിയാക്കി അത് അല്ലാഹു മാറ്റിയെങ്കിൽ അല്ലാഹുവിന്റെ വലിയ ഖുദ്റത്ത് തന്നെയാണ്, വലിയ കഴിവ് തന്നെയാണ്. അതിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് ദുആയ്ക്ക് ഇജാബത്തുണ്ട്. ദുആ മുറുകെ പിടിക്കും, ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കും. ലോക ജനതയ്ക്ക് വേണ്ടി ശാന്തി സമാധാനത്തിന് ദുആ ചെയ്യും. നമ്മളല്ലാതെ അടിയുണ്ടായി ഖിയാമത്ത് നാൾ വരെ പശ്ചിമേഷ്യ യുദ്ധം. ഇതിനകത്ത് പിന്നെ കുറെ ആൾക്കാർ മഹദി ഇമാം വരാൻ പോകുന്നു, മറ്റേ ഇമാം. ഈ മഹദി ഇമാമും ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു യുദ്ധമല്ല ഇത്. നിങ്ങൾ ആ പേരും പറഞ്ഞിട്ട് ചുമ്മാ ഈ യൂട്യൂബിൽ കണ്ടിട്ട് ഓരോ ഉസ്താദന്മാർക്കും അവരവരുടെ റേറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ചുമ്മാ ആവശ്യമില്ലാത്ത കഴി അതൊക്കെ ഇപ്പൊ വരും. മഹദി ഇമാം എവിടുന്ന വരുന്നത്, ഏത് എയർപോർട്ടിൽ ഇറങ്ങാൻ പോകുന്നയാൾ, ഇതൊക്കെ ഇപ്പൊ പറഞ്ഞ് മനുഷ്യന്മാരെ വിടക്കാറാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുറെ ഹദീസ് എടുത്ത് വെച്ച് ആയത്ത് എടുത്ത് വെച്ചിട്ട് ഓരോരുത്തർ ഇങ്ങനെ വരും. ആ ഇറാൻ യുദ്ധം അങ്ങനെയാണ്, ഈ യുദ്ധം അങ്ങനെയാണ്. ഇതൊക്കെ അള്ളാന്റെ റസൂല് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു സമയമുണ്ട്. ആ സമയത്തിന് മുമ്പ് കുറെ അടയാളങ്ങളുണ്ട്. ആ അടയാളങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ അത് കാണാം. ആ സമയത്ത് നമ്മൾ ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത് അല്ലാഹു അഅലം. അല്ല, നമ്മളിപ്പോ ഇറാൻ ഇറാഖ് യുദ്ധം ചെയ്യുന്നുണ്ടിട്ട് ഇസ്രായേൽ ഇറാൻ യുദ്ധം ചെയ്ത് ഇതൊന്നും നമ്മൾ അതിലേക്ക് നമ്മൾ വെച്ച് നീട്ടരുത്. അതും ഇതുമായിട്ട് യാതൊരു ബന്ധമില്ല. ഇതൊക്കെ രാഷ്ട്രതലവന്മാർ അവർ തമ്മിലുള്ള പ്രശ്നങ്ങളാണ്, അതിന്റെ പ്രശ്നങ്ങളാണ്. അതല്ലാതെ ഇതുമായി നമ്മൾ കൂട്ടിച്ചേർക്കരുത്. ആളുകൾക്ക് ഇപ്പൊ എന്നെ വിളിച്ചു നോക്കി, ഉസ്താദ് മഹദീമ ഇതിലേക്കൂടെ ഒരു അറിയില്ല, ടിക്കറ്റ് കിട്ടിയിട്ടില്ല, അതായിരിക്കും എന്നെ വിളിക്കുകയാണ്. ഞാനിപ്പോ പറയാൻ പറ്റും മഹദീമ ഇപ്പൊ വരും എന്നുള്ളത്? എനിക്ക് പറയാൻ പറ്റുമോ? അങ്ങനെ വന്നിരുന്നെങ്കിൽ ആ പണി ഈ ഇവിടെ മണക്കാട് പള്ളിയിലെ ഇമാമിന്റെ ചരിത്രം മാത്രം നമുക്കറിയില്ല. മഹദി ഇമാമിന്റെ കാര്യം നമുക്കെല്ലാം അറിയാൻ പറ്റുമോ? ഈ ഹദീസുകളൊക്കെ നമ്മൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസുകളാണ് നമ്മൾ പറയുന്നത്. ആ ഹദീസുകൾ ഇങ്ങനെ ഒരു കാലം വരും, അങ്ങനെ ഒരു സംഭവം ഉണ്ടാവും. അതൊക്കെ പിന്നീട് അന്നത്തെ കാലഘട്ടത്തിൽ ഇരിക്കുന്നവർക്ക് അത് കാണാം. എന്തായാലും ആ ഫിത്ന ഫസാദ് വരുന്നതിന് മുമ്പ് അല്ലാഹ് ഈമാനോട് നമ്മളെ മരിപ്പിക്കട്ടെ. നമ്മൾ ആ ഫിത്നയും ഫസാദിൽ നമ്മൾ കിടന്നിട്ട് കുടുങ്ങാൻ നിൽക്കണ്ട. അതിന് മുമ്പ് ഈമാനോടുകൂടി സ്വർഗത്തിലെത്താൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എല്ലാവരും ഇസ്തിഗ്ഫാർ മുറുകെ പിടിക്കുക. യുദ്ധം അവസാനിക്കാൻ വേണ്ടി ദുആ ചെയ്യുക. ആ യുദ്ധത്തോടുകൂടി നമുക്കും എല്ലാവർക്കും അതിൻ്റെതായ ദുരന്തങ്ങളും പ്രശ്നങ്ങളാണ്. ലോകത്ത് സമാധാനം ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്.